മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 28:7, 1 സാമുവേൽ chapter 28 verse 7. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക, ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. എൻദോറിൽ ഒരു മന്ത്രവാദി ഉണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. മന്ത്രവാദികളും വെളിച്ചപ്പാടുമാരും ഇസ്രായേൽ രാജ്യത്ത് ഉണ്ടാകരുതെന്ന് സൗൾ രാജാവ് നിശ്ചയിച്ചു. അവരുടെ പ്രവൃത്തി പൈശാചികമാണെന്നും ദൈവത്തിന് വിപരീതമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അവരെയെല്ലാം തേടിപ്പിടിച്ച് വധിച്ചു. അധിക നാൾ കഴിയുന്നതിന് മുമ്പേ രാജാവ് വെളിച്ചപ്പാടന്മാരുടെ സഹായം തേടി തുടങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ തൽക്കാലം തനിക്ക് കാര്യം സാധിക്കുവാൻ വേണ്ടി ഒരു തെറ്റ് ചെയ്യുവാൻ സൗൾ രാജാവ് തയ്യാറാവുകയാണ്. മന്ത്രവാദികളുടെയും വെളിച്ചപ്പാടിന്റെയും സഹായം ആഗ്രഹിച്ചു. അത് സൗളിന്റെ വീഴ്ചയ്ക്ക് കാരണമായി. പൊതുജന മുൻപാകെ തെറ്റാണെന്ന് നാം പ്രഖ്യാപിക്കുന്ന കാര്യത്തെ തന്നെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്വീകരിക്കുവാൻ പലപ്പോഴും മടിക്കുന്നില്ല. കള്ളസാക്ഷ്യം പറയുകയോ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യാത്തയാൾ സ്വന്തം കാര്യം വരുമ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാനും അസത്യം പറയുവാനും മടിക്കുന്നില്ല. വേറൊരാൾക്ക് വേണ്ടി ചെയ്യുവാൻ മടിക്കുന്ന തെറ്റ് സ്വന്തം കാര്യം വരുമ്പോൾ ചെയ്യുവാൻ തയ്യാറാവുന്നു. നാം വെറുക്കുന്ന പ്രശ്നത്തിന് നാം തന്നെ പ്രോത്സാഹനം കൊടുക്കുന്നു. ഇരുതോണിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള ഇത്തരം ജീവിതം തകർന്നു പോകും. തെറ്റാണെന്ന് നാം പരസ്യമായി പ്രഖ്യാപിക്കുന്ന യാതൊന്നും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. നാം പുകഴ്ത്തുന്ന പൊതുതത്വം സ്വന്തം ജീവിതത്തിൽ നിന്ന് വിട്ടുകളയരുത്. എന്ന് പറഞ്ഞാൽ പ്രസംഗവും പ്രവൃത്തിയും യോജിക്കുമ്പോൾ ശക്തി പുറപ്പെടും. ഞാൻ എന്താണോ പ്രഘോഷിക്കുന്നത് അത് ഞാൻ ജീവിക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക. അല്ല, ഞാൻ ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ വാക്കുകളുടെ തന്നെ ശക്തി ക്ഷയിക്കുകയാണ്. അതിനൊരിക്കലും ഇടവരരുത്. ഞാൻ എന്റെ തത്വങ്ങൾക്കനുസരിച്ച് ആദർശങ്ങൾക്കൊത്ത് ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.